ആദ്യമായി തന്നെ ഒരുപാട് സന്തോഷം. ഇന്ന് ഈ ഒരു സമയത്ത് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്തും 43 പേര് ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ഇന്ന് എല്ലാവരും ആഘോഷങ്ങളുടെ പിറകെയാണ്. അതായത് ആർക്കും എന്താ പറയാ, ആഘോഷങ്ങള് ഒരുപാട് ഇഷ്ടമാണ്. അതേസമയം ആഘോഷിക്കാനായിട്ട് പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും നീക്കി വെക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ സമയം ഇന്ന് കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ എന്നെ രഞ്ജിത്ത് സാറോട് പരിചയപ്പെടുത്തി. എന്റെ പേര് ബിജേഷ് എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി മണലിത്ര എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഇതിനു മുൻപ് ചെയ്തിരുന്നത് സാറ് പറഞ്ഞതുപോലെ തന്നെ GST ഫൈനലൈസേഷൻ എന്നുള്ള മേഖലയിൽ ഓഡിറ്റിംഗ് ജോബാണ്. അതിൽ നിന്നും മാറി ഇന്ന് RCM ഒരു പ്രൊഫഷൻ ആയിട്ട്, ഞാൻ പറയുന്നു ഒരു പ്രൊഫഷൻ ആയിട്ട് ചെയ്തു തുടങ്ങിയിട്ട് 2.5 കൊല്ലക്കാലമായി. ഇപ്പോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് ഇപ്പോ എന്താ പറയാ, വൈകുന്നേര സമയം ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുമ്പോഴാണ് ഒരു ഐശ്വര്യം ഉണ്ടാവുക. അപ്പോ ഒരു നാട്ടില് ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു. ഈ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ റെയിൽവേ ജോലി കിട്ടിയിട്ടുള്ള ഒരാളാണ്. മകന് 2 വയസ്സുള്ളപ്പോ ആളുടെ അമ്മ മരിച്ചുപോയി. അപ്പൊ ഈ അച്ഛന് ഈ മകന് വേണ്ട കാര്യങ്ങള് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ ഈ മകൻ ചോദിക്കുന്നത് എന്തും ഈ അച്ഛൻ സാധിച്ചു കൊടുത്ത് കൊടുത്ത് ഏകദേശം ഒരു 35 വയസ്സ് പ്രായമെത്തിയപ്പോ, ഈ മകന് 35 വയസ്സ് പ്രായമെത്തിയപ്പോ അച്ഛൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകനെ ഇങ്ങോട്ടും ജോലിക്കും കാര്യങ്ങൾക്കൊന്നും വിടില്ല. എല്ലാ കാര്യത്തിനും ക്യാഷ് കൊടുത്തു കൊടുത്ത് എന്താ പറയാ, അദ്ദേഹത്തിന് ഒരു അലസ സ്വഭാവമാക്കിയിട്ട് മാറ്റിയെടുത്തു. സ്നേഹം കൊണ്ട് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം എപ്പോ നോക്കിയാലും പൈസ ഉണ്ട് എന്നുള്ള ആ ഒരു ഭാവത്തില് അദ്ദേഹം വേറെ ഒന്നും ചിന്തിക്കാതെ ആ പൈസ വാങ്ങുക, ചെലവാക്കുക, വാങ്ങുക, ചെലവാക്കുക എന്നുള്ളൊരു മേഖലയിൽ അങ്ങനെ ഒരു ചിന്താഗതിയിൽ ആള് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു വിവാഹം കഴിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ അച്ഛന്റെ ജോലി പെൻഷനായി. പിന്നീട് പെൻഷൻ വരുമാനം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പെൻഷൻ കിട്ടി, ആള് പെൻഷൻ വാങ്ങിയിട്ട് അച്ഛൻ തിരിച്ചു വരുന്ന സമയത്ത് അച്ഛന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുണ്ടായി, നീ ശരിക്കും പറഞ്ഞ നിന്റെ മകനെ സ്നേഹിക്കല്ല, അവന്റെ ഭാവി നശിപ്പിക്കുകയാണ്. കാരണം ആ അദ്ദേഹത്തിന് വേറെ ഒന്നും അറിയില്ല. അതായത് അദ്ദേഹത്തിന്റെ മകന് വേറെ ഒന്നും അറിയില്ല. ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ പൈസ കൊണ്ടു കൊടുക്കും, ആ പൈസ ചെലവാക്കും. ഈ സംഭാഷണം ഇവിടെ നടക്കുന്ന സമയത്തും മകൻ ഭാര്യയുടെ കൂടെ സുഹൃത്തുക്കൾക്കൊപ്പം വേറൊരു ടൂറിന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അച്ഛന്റെ പെൻഷൻ കാശ് കിട്ടിയാലാണ് ടൂറിന് പോകാനുള്ള പൈസ ആവും. അപ്പൊ ഇങ്ങനെ ഇത് ഇത് ഫ്രണ്ട് പറഞ്ഞ സമയത്ത് ഈ അച്ഛനൊരു സ്വയം ഒരു കുറ്റബോധം തോന്നി തുടങ്ങി. ഞാൻ തന്നെയാണ് എന്റെ മകനെ ഇങ്ങനെ ആക്കിയത്, അപ്പൊ അവനെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കാൻ വീട്ടിൽ ചെല്ലുമ്പോ ഈ പൈസ കൊടുക്കാൻ ഉപ്പ സമ്മതിക്കാതെ ആ ഉപ്പയും മകനും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും പെട്ടെന്ന് ഉപ്പയ്ക്ക് സ്ട്രോക്ക് വരികയും ചെയ്യും. സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ സമയത്ത് മകന്റെ ചിന്ത പോയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ഈ പെൻഷൻ കിട്ടില്ല. ഇനി നാളേക്ക് ഞാനൊരു വരുമാനം കണ്ടെത്താൻ എന്ത് ചെയ്യും, എന്റെ ഭാവി എന്താവും എന്നുള്ളതായിരുന്നു ആ മകന്റെ ടെൻഷൻ. അപ്പോ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ അടുത്തും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭാവി എന്താകും എന്ന് ഈ ഒരു സമയത്ത് പറയാനായിട്ട് സാധിക്കും? അതായത് നിങ്ങൾക്ക് ഇപ്പോ ഞാനിപ്പോ ഈ ഒരു കഥ പറഞ്ഞു, ഇതില് ആ മകന് പ്രത്യേകിച്ചൊരു ചിന്ത, അതായത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു നിങ്ങളുടെ മനസ്സിൽ ഒരു ധാരണയുണ്ടോ? ഈ പ്രഡിക്ഷൻ എന്ന് വെച്ചാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു സ്ഥിരം പോകുന്ന ഒരു ഫോർമുലയുണ്ട്. അതായത് ഞാൻ ഇന്ന ആളുടെ മകനാണ്, എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇന്ന ജോലിയാണ്, ഞാൻ ഈ ജോലി ചെയ്തിട്ടാണ് ജീവിക്കേണ്ടത്, ഈ ജോലി ചെയ്തുകൊണ്ടാണ് എന്റെ ഭാവി മുന്നോട്ട് പോകേണ്ടത്. ഇത് എന്താ പറയാ, നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുക. എന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, ഞാൻ ഏറിപ്പോയ ഇതുവരെ എത്തും. എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നല്ല, ഏകദേശം ഒരു 90% ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ ഇങ്ങനെ എത്തും, എന്റെ ഭാവി ഇങ്ങനെയായിരിക്കും, എന്റെ ജീവിതം ഏറെക്കുറെ പോയി കഴിഞ്ഞാൽ ഒരു
ഒരു 30,000 രൂപ ഒക്കെ ഒരു 10, 15, 20 വർഷം കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ലെവലിലെത്തും. എന്റെ ജീവിതം ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും RCMലെ ആക്റ്റീവ് മെമ്പേഴ്സ് ആണ് അല്ലെ? ആക്റ്റീവ് മെമ്പേഴ്സ് ആണല്ലോ അല്ലെ? ഒന്ന് ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് മെമ്പേഴ്സ് ആയവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ആക്റ്റീവ്. ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ളതും RCM ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ആളുകളും ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഐ ആം ആക്റ്റീവ് മെമ്പർ, ഐ ആം നൗ ആക്റ്റീവ്. ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മെസ്സേജുകൾ വരുന്നുണ്ട്. ഒരുവിധം എല്ലാവരും എന്താണ് ആക്റ്റീവ് ആണ് അല്ലെ? ആക്റ്റീവ് ആണ്. അപ്പോ ഞാനൊരു കാര്യം ഇപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾ RCM ചെയ്യാൻ അല്ലെങ്കിൽ RCM എന്നുള്ള ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? അതായത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വപ്നം വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ലോകം തന്നെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാവൂലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും വീണ്ടെടുക്കാനോ ദയവ് ഇതാരും ഇത് മെസ്സേജില് ഈ പറഞ്ഞ പോലെ കടമില്ലാത്തൊരു ജീവിതം, ഒരു 2 നില വീട്, ഒരു ചെറിയ കാറ്, ഇങ്ങനത്തെ മെസ്സേജുകളൊന്നും അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മെസ്സേജുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതായത് എന്റെ ലക്ഷ്യം ഇന്നതാണ്, ഹെൽത്ത് ഓക്കെ, പക്ഷെ അതല്ല, അത് ലക്ഷ്യം എന്ന് പറയുന്നത് അതിനപ്പുറം അതായത് ഇപ്പൊ RCMൽ ഒരു ഡയമണ്ട് ആവുക എന്നുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള ലക്ഷ്യമാണ്. നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവുമല്ലോ. ഞാൻ ഡയമണ്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന സംഭവം ചെയ്യണം, ഇന്ന കാര്യം ആവണം, അല്ലെങ്കിൽ ഇന്ന ലെവലിലേക്ക് ആവണം എന്നുള്ളൊരു സ്വപ്നം നമുക്കുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളുള്ള ആളുകളുണ്ട്? അതായത് RCMൽ ഒരു നിലനിന്ന് കഴിഞ്ഞാൽ, ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഡയമണ്ട് എന്ന് വെച്ചാൽ അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ, ലീഡേഴ്സിനെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി അവർ ആ പൊസിഷനിലേക്ക് എത്തും. ഈ പൊസിഷനിലേക്ക് എത്തുന്നത് എന്തിനാ? പൈസ ഒരു ഫാക്ടറാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ഈ 25 ലക്ഷം ഡയമണ്ട് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഈ 25 ലക്ഷം എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കും. ഇത് കൂട്ടി വെച്ച് നമുക്ക് അതിനപ്പുറം എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും. പൈസ സമ്പാദിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അതായത് എനിക്ക് ഇന്നൊരു സംഭവം തുടങ്ങണം, ഇന്നൊരു കാര്യം ചെയ്യണം, ഇന്നത് അച്ചീവ് ചെയ്യണം, ഈ പൈസ കൊണ്ട് വേണം എനിക്കത് ചെയ്യാൻ, അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വീടല്ലാതെ, കടമില്ലാത്തൊരു ജീവിതമല്ലാതെ, കാറല്ലാതെ, നല്ലൊരു ബാങ്ക് ബാലൻസ് അല്ലാതെ, മറ്റെന്തെങ്കിലും ഹെൽത്ത് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്ന ആളുകൾ മെസ്സേജിൽ ഒന്നും കാണുന്നില്ല. വേറെ വെറൈറ്റി ആയിട്ടുള്ള ആഗ്രഹങ്ങളോ ഡ്രീംസോ ഗോളോ ഒന്നും കാണുന്നില്ല. ആ, ആരും എഴുതുന്നില്ല. അപ്പോ ഇന്നത്തെ എന്റെ ടോപ്പിക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളെല്ലാവരും RCMൽ വന്നപ്പോ ഒരു കാര്യം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആദ്യത്തെ മീറ്റിംഗ് കേട്ട ഉടനെ ഡയമണ്ട് ആവാൻ എനിക്ക് പറ്റുമെന്ന് മീൻസ് ഉള്ളിൽ തോന്നിയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെ ഉണ്ട്? ആദ്യത്തെ ഒരു മീറ്റിംഗ് നമ്മളുടെ ഫ്രണ്ട് പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോയിട്ടാവുമല്ലോ നമ്മൾ മീറ്റിംഗിൽ കയറിയിട്ടുണ്ടാവുക. ട്രാവൽ അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, ഗുഡ്. ട്രാവൽ ചെയ്തിട്ട് സമ്മാനം വാങ്ങണം, മാഗസീനിൽ ഫോട്ടോ വരണം, ഇന്റർവ്യൂ എടുക്കണം, അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടോ മാഡം? ട്രാവൽ എഴുതി മാഡം ഒന്നും കൂടി ചാറ്റിൽ എഴുതും. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ട്രാവൽ ചെയ്യണം, ഓക്കെ. ഈ ട്രാവൽ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത വ്യക്തി ഞാനാണ്, ഏറ്റവും വലിയ ചില കൊടുമുടികൾ കീഴടക്കിയത് ഞാനാണ്, അതിന്റെ പേരിൽ ഒരു ഇന്റർവ്യൂ, അതിന്റെ പേരിൽ ഒരു മാഗസീനിൽ ഒരു ഫോട്ടോ, ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇത് അങ്ങനെയില്ല. ട്രാവൽ ചെയ്യണം, അതാണ് ഓക്കെ, അതൊരു ചെറിയ ലക്ഷ്യം. ഓക്കെ, ആഗ്രഹിച്ചിട്ടില്ല. ഗുഡ്. അപ്പൊ മാഡം പറഞ്ഞു നമ്മളുടെ കാര്യം ഇതാണ്. അതായത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. RCMലെ ആദ്യത്തെ മീറ്റിംഗ് ഫ്രണ്ട് നിർബന്ധിച്ചു, ചിലപ്പോ സുഹൃത്തുക്കൾ നിർബന്ധിച്ചു, ബന്ധുക്കൾ നിർബന്ധിച്ചു, അങ്ങനെ ആരോ നിർബന്ധിച്ചിട്ട് നമ്മൾ ആ മീറ്റിങ്ങിന് വന്നു. ആ മീറ്റിംഗ് കേട്ട ഉടനെ ഡയമണ്ട് ആവും എന്ന് വിശ്വസിച്ച ആളുകൾ, അതായത് ഞാൻ ഡയമണ്ട് ആവും എന്ന് വിശ്വസിച്ച ആളുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതും. എനിക്ക് ഡയമണ്ട് ആവാൻ പറ്റും എന്ന് വിശ്വസിച്ച ആള് ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതും. ആരും ഒറ്റ മീറ്റിംഗിൽ വിശ്വസിച്ചിട്ടില്ല അല്ലെ? എന്താ വിശ്വസിക്കാഞ്ഞേ? എന്തുകൊണ്ടാണെന്നറിയോ?
നമ്മള് രഞ്ജിത്ത് സാറ് വിശ്വസിക്കും. കാരണം രഞ്ജിത്ത് സാറ് ചെറുപ്പാണ്, യൂത്താണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കറിയാം അതിന്റെ പൊട്ടൻഷ്യൽ. കാരണം ആളുടെ അച്ഛന്റെ ആ ഒരു പൊസിഷൻ ആൾ കണ്ടു വളർന്നതാണ്. ഇപ്പോ ഓരോരുത്തരായിട്ട് യെസ് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്, എല്ലാവരും ഡയമണ്ട് ആവുമെന്ന് വിശ്വസിച്ചു. നിങ്ങളുടെ എല്ലാവരും വിശ്വസിച്ചു അല്ലെ? ഇത് എന്നാവും ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? രഞ്ജിത്ത് സാർ എഴുതി വെച്ചിട്ടുണ്ടോ? സാർ ഒന്ന് ഇത് ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരിക്കും ചിലപ്പോ കേട്ടോ. രഞ്ജിത്ത് സാർ എഴുതി വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഡയമണ്ട് ഏത് വർഷം ആവുന്ന എഴുതി വെച്ചേക്കണേ? 2030. ഡേറ്റ് 2030 വെച്ചേക്കുന്നത്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. സാറ് ഇയർ എഴുതി, പക്ഷെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. 2030 എത്ര മാസം ഉണ്ടാവും? 2030 എത്ര മാസം ഉണ്ടാവും? ഒരു 12 മാസം ഉണ്ടാവും. ഈ 12 മാസത്തില് ഒരു മാസം നമ്മൾ ഇപ്പൊ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മാസത്തിന് മുൻപ് നമ്മളെ പൊസിഷൻ എത്തില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും? ഇല്ല, ചിലപ്പോ അതിന് മുന്നേ എത്താം, ചിലപ്പോ അപ്പോ എത്താം. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് എപ്പോഴും സാർ മ്യൂട്ട് ചെയ്തു. അപ്പോ നമ്മൾ എപ്പോഴും ഒരു ടാർഗറ്റോ ഒരു ഗോളോ നമ്മൾ വെക്കും. ഇന്ന വർഷം ആവണം, ആ വർഷത്തില് ഏത് മാസം എന്നുള്ളത് വെക്കില്ല. എന്താ കാരണം എന്നറിയോ? നമുക്കൊരു എന്താ പറയാ, 2023 കഴിയുമ്പോഴേക്കും ഞാൻ സ്റ്റാർ ആവും. 2023 കഴിയാറാവുമ്പോഴാവും ചിന്തിക്കുക, ഞാൻ ഈ വർഷം 1-ാം തീയതി പറഞ്ഞല്ലേ ഈ വർഷം ഞാൻ സ്റ്റാർ ആവും. 2023 കഴിയാറായി, ഏകദേശം 10-15 ദിവസം ഉള്ളപ്പോഴും ആലോചിക്കുക, ഞാൻ ഈ വർഷം സ്റ്റാർ ആവും പറഞ്ഞതല്ലേ. പക്ഷെ ഞാൻ ഇത്രയും നാളത് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ദിവസമുള്ളൂ, ഞാൻ എന്ത് ചെയ്യും? താഴെ 10,000 വോളിയുള്ളൂ. നമ്മൾ ഇതേ സമയം ഞാൻ 2023 ഡിസംബറിൽ സ്റ്റാർ ആവുമെന്ന് ഒരു ടാർഗറ്റ് ഇട്ട് ഡിസംബർ 1-ാം തീയതി സ്റ്റാർ ആവുമെന്ന് പറഞ്ഞ് നമ്മൾ ടാർഗറ്റ് ഇട്ടിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ വർക്ക് തുടങ്ങും, ജനുവരി മുതൽ വർക്ക് തുടങ്ങും. ഇനി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് അറിയും? ആളുകൾക്ക് ഒരു എന്താ പറയാ, ഒരു ഗോൾ ഉണ്ട് എന്റെ പക്ഷെ അതിനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് തീരുമാനിക്കാനുള്ള ഒരു വിൽ പവർ എന്ന് പറയും, ഉള്ളിൽ ഒരു ധൈര്യം, അത് ഇന്നും പലർക്കും കുറവാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ തീരുമാനിക്കും. നമ്മൾ ആദ്യം ആരുടെ പോയി പറയും? നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അടുത്ത് പോയി പറയും, ഏറ്റവും അടുത്ത ബന്ധുവിന്റെ അടുത്ത് പോയി പറയും, ഒബ്വിയസ്ലി നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോയി പറയും. അവരെന്ത് പറയും? നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? ഇതെന്നെ കൊണ്ട് പറ്റില്ല. അതോടുകൂടി നമ്മുടെ ഫ്യൂച്ചർ എന്തായി? അവര് പ്രഡിക്റ്റ് ചെയ്യണ പോലെ നമ്മുടെ ഫ്യൂച്ചർ. ഇനി ഞാൻ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം പറയാം. ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യല്ല, ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ ഫ്യൂച്ചർ, അതായത് എനിക്ക് ആഗ്രഹിക്കുന്നത് ഒരു ഇയർ നോട്ട് ചെയ്തോട്ടോ, 2038 മാർച്ച് 22-ാം തീയതി ഫോബ്സ് മാഗസീനിൽ ഏറ്റവും നല്ല നെറ്റ്വർക്കർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഇന്റർവ്യൂ വിത്ത് മൈ ഫോട്ടോ വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഡ്രീം. ഏകദേശം ഒരു 2 മാസമായിട്ട് ഇതാണ് എൻ്റെ ഏറ്റവും അധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രീം. ഫോബ്സ് മാഗസിൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരുടെ ഫോട്ടോസും ഇന്റർവ്യൂസും ഒക്കെ വരുന്ന ഒരു മാഗസീനാണ്. ഇതാണ് 2 മാസമായിട്ടുള്ള എൻ്റെ പുതിയ അപ്ഡേറ്റഡ് ഡ്രീം. ഇനി ഇത് 2038 ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് സാറേ, ഞാൻ ഡേറ്റ് എന്താ പറഞ്ഞേ? 2038 മാർച്ച് 22. സാറ് ഡേറ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. സാർ അത് എഴുതി വെച്ചോളൂ, കാരണം 2038 നമ്മൾ വീണ്ടും കണ്ടോ. അപ്പോ ഇത് ഒന്നാമത്തെ ഡ്രീം. ഇനി രണ്ടാമത്തെ ഡ്രീമാണ് ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതും എഴുതി വെച്ചിട്ടുണ്ട്. 2038 ഡിസംബർ 21-ാം തീയതി അതിന്റെ ഇനോഗ്രേഷൻ ആയിരിക്കും. ഈ 2 കാര്യങ്ങള് ഞാൻ ഈ അടുത്ത് അപ്ഡേറ്റ് ചെയ്ത 2 ഡ്രീംസ് ആണ്. ഇത് ഞാൻ ഡേറ്റ് ഇട്ട് എന്തുകൊണ്ടാണ് എഴുതി വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇപ്പൊ രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും എന്റെ മൈൻഡിലുള്ളത് ആസിയമിൽ ഞാൻ ഒരു സ്റ്റാർ ഡയമണ്ടോ ആയി കഴിയുമ്പോൾ എന്റെ ഫോട്ടോ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വർഷം 2 വർഷം നിൽക്കുമ്പോഴേക്കും എന്റെ ഫോട്ടോ ആ ഒരു മാഗസീനിൽ സ്റ്റാർ ഡയമണ്ടിൽ നിൽക്കുന്ന പോലെ പുതിയ പിന്നുകൾ വരുന്നുണ്ട് ആ സമയത്തേക്ക്. ചിലപ്പോ മാസം 5 കോടി വരുമാനം വരുന്ന പിന്നൊക്കെ ഇനി വരും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും രാത്രി കിടക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമാണ് എന്റെ ഫോട്ടോ വിത്ത് മൈ ഫാമിലി ആ മാഗസീനിന്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇത് ഞാൻ പിക്ചറൈസ് ചെയ്യും. ഇനി ഇതുപോലെ സ്വപ്നങ്ങൾ നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് ജോലിയിലൂടെ ഇപ്പൊ രഞ്ജിത്ത് സാറൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ അദ്ദേഹത്തിനൊക്കെ ജോലിയിലൂടെ ഉള്ള ഒരു വരുമാനം കിട്ടാത്തത് കൊണ്ടാണോ അദ്ദേഹം ആർസിഎം എടുത്തത്? അതുകൊണ്ടല്ല. അദ്ദേഹത്തിന് അവിടെ എഞ്ചിനീയറിംഗ് എന്നുള്ള മേഖലയിൽ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ഒരു പ്രിഡിക്റ്റബിൾ ഫ്യൂച്ചർ ആണ്. അദ്ദേഹം എന്താ പറയാ, ജോലി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വരുമാനം, ഇത്ര വരുമാനം എനിക്ക് കിട്ടും, ഇത്ര വർഷം കഴിഞ്ഞ് ഇത്ര വരുമാനം കിട്ടും, ഇത് പ്രിഡിക്റ്റബിൾ ആണ്. ആർസിഎം എന്നുള്ള ഈ ഒരു പ്രസ്ഥാനം ഒരിക്കലും പ്രിഡിക്റ്റബിൾ അല്ല. പ്രെഡിക്റ്റബിൾ അല്ലാത്തത് കൊണ്ടാണ് മൂർത്തി സാറിനെ കൊണ്ടുവന്ന ഗോപകുമാർ സാറ് ഇന്ന് റൂബിയ. മൂർത്തി സാർ ആരാ? സഫയർ ആണ്. ഗോപകുമാർ സാറ് മൂർത്തി സാറിനെ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല മൂർത്തി സാറ് ഗോപകുമാർ സാറിനെ ഓവർടേക്ക് ചെയ്ത് ഒരു ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കും. അതാണ് പറയുന്നത്, ആർസിഎം ഒരിക്കലും ഒരു പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അദ്ദേഹം എന്താ ചെയ്തേ? മൂർത്തി സാർ എന്താ ചെയ്തേ? അദ്ദേഹത്തിന്റെ ഒരു ഫ്യൂച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്, അല്ലെ? ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പവർഫുൾ ലീഡർ ആയിട്ട് മൂർത്തി സാർ മാറിയത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ എങ്ങനെയാവണമെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തു. അദ്ദേഹം ഒരുപാട് പേരെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, പഠിച്ചു, മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഒരു ബേക്കറി ഷോപ്പിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ബേക്കറി ഷോപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് വിചാരിക്കും? അവിടെ ഒരു വെറൈറ്റി ഡിഷ് വന്നു, അപ്പൊ ഇപ്പുറത്ത് ഉള്ള കച്ചവടം എന്ത് ചെയ്യും? കുറയും. എന്നാൽ ആർസിഎമ്മിൽ എങ്ങനെയാ? ആർസിഎമ്മില് നമ്മളുടെ ടീമില് ഒരു ഏറ്റവും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാള് വന്നു കഴിയുമ്പോൾ ആളിലൂടെയാണ് പിന്നെ നമ്മുടെ ബിസിനസ്, അല്ലെ? ഇവിടെ സെയിൽ ചെയ്യുന്ന എത്ര പേരുണ്ട്? എല്ലാവരും സെയിൽ ചെയ്യുന്നവരാണ്, അല്ലെ? എനിക്ക് കുറച്ചു പേരുടെ മുഖങ്ങളെ കാണാവുള്ളൂ. ബാക്കി എല്ലാവരും കുറച്ച് ഇരുട്ടത്തിരിക്കുന്നവരാണ്. ചിലപ്പോ എല്ലാവരും തിരക്കിലായിരിക്കും, കുഴപ്പമില്ല. അപ്പോ ഇതില് സെയിൽ ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്, അല്ലെ? നമ്മൾ എന്തിനാ സെയിൽ ചെയ്യുന്നത്? നമ്മള് സെയിൽ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? ഞാൻ ഫ്യൂച്ചർ ക്രിയേഷന്റെ കാര്യം പറയുന്നത്. നമ്മൾക്ക് എത്ര നാൾ സെയിൽ ചെയ്യാൻ പറ്റും? സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് മണി നൗ. അതായത് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു വരുമാനമാണ് മണി നൗ. അതായത് നമ്മൾക്ക് അപ്പോ കയ്യിൽ കിട്ടുന്ന പണം, അന്നന്നത്തെ ചെലവിന് കിട്ടുന്ന പണം, ഇതിനെയാണ് നമ്മൾ മണി നൗ എന്ന് പറയാം. അതായത് സെയിലിലൂടെ അന്നന്ന് നമ്മൾക്ക് കിട്ടുന്ന വരുമാനമാണ് മണി നൗ. നമ്മളിപ്പോ ഒരു ദിവസം ഒരു 500 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ലിക്വിഡ് മണിയാണ്. നമ്മുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത് 4 ടൈപ്സ് ഓഫ് മണി. നമ്മളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത് 4 ടൈപ്സ് ഓഫ് മണി. ഇതിൽ ആദ്യത്തെ ടൈപ്പാണ് മണി നൗ. മണി നൗ എങ്ങനെ കിട്ടുള്ളൂ? സെയിലിലൂടെ മാത്രമാണ് കിട്ടുന്നത്. അതായത് ചെയ്താൽ മാത്രം കിട്ടുന്ന വരുമാനമാണ് മണി നൗ. ഇന്ന് സെയിലിന് പോയാൽ കയ്യിൽ വരുമാനമുണ്ട്, ഇന്ന് സെയിലിന് പോയില്ലെങ്കിൽ കയ്യില് വരുമാനം ഇല്ല. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് രഞ്ജിത്ത് സാർ? തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പോ
നമ്മള് മണി നൗവിന് വേണ്ടിയിട്ട് നമ്മള് പണിയെടുക്കുന്നു. അതായത് ഇവിടെ സുജ സുരേഷ് മേഡം എഴുതിയിട്ടുണ്ട് ആക്റ്റീവ് ഇൻകം എന്ന്. ആക്റ്റീവ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു വരുമാനമാണ് ആക്റ്റീവ് ഇൻകം. ഇനി മണി മന്ത്ലി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മാസം കിട്ടുന്ന വരുമാനം. ഈ മാസം വരുമാനം കിട്ടുന്നത് ആർക്കാ? പത്മിനി മേഡം വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നുണ്ട്. മേഡം മാസം വരുമാനം കിട്ടുന്നത് ആർക്കാ? മേഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. പറഞ്ഞോളൂ മേഡം. മാസം പൈസ കിട്ടുന്നത് ജോലിയുള്ളവർക്ക്, ഗവൺമെന്റ് ജോലിയുള്ളവർക്ക് കൃത്യമായിട്ട് കിട്ടും. ആ, ജോലിയുള്ളവർക്കാണ് മാസം വരുമാനം കിട്ടുന്നത്. താങ്ക് യു മേഡം. മ്യൂട്ട് ചെയ്തു. രഞ്ജിത്ത് സാർ, ഞാൻ ചിലപ്പോ ചില ചോദ്യങ്ങളൊക്കെ ഇവിടെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നവർക്ക് അടുത്ത് ചോദിക്കും. അപ്പൊ ഒന്ന് ജസ്റ്റ് ആ സമയത്ത് ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ സർ. ഓക്കെ. അപ്പോ പത്മിനി മേഡം പറഞ്ഞു മാസം ശമ്പളം കിട്ടുന്നത് ആർക്കാണ്? ജോലിയുള്ളവർക്കാണ്. അവിടെയും ഒരു കാര്യമുണ്ട്, നമ്മള് കൃത്യമായിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോയാൽ മാത്രമാണ് വരുമാനം കിട്ടുന്നത്. അതായത് മന്ത്ലി കിട്ടുന്ന പണം, അതായത് മണി മന്ത്ലി നമുക്ക് കിട്ടുന്നത് നമ്മള് ചെയ്യുന്ന ജോലിക്കാണ്. നമ്മളിപ്പോ ഒരു 5 ദിവസം പോയില്ലെങ്കിൽ അവിടെ എന്താവും? ആ സാലറി കുറച്ചിട്ടുള്ള പൈസ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. ഇനി RCMല് ഒരു മന്ത്ലി ഇൻകം ഉണ്ട്. അത് എന്താണെന്ന് അറിയോ എല്ലാവർക്കും? നമ്മൾ നേരത്തെ മണി നൗ, അതായത് നമ്മുടെ ആക്റ്റീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേരുടെ അടുത്ത് സെയിലിന് പോയി. ഇവിടെ എല്ലാ മാസവും ഒരേ കസ്റ്റമർക്ക് MRPയിൽ BJ കൊടുക്കുന്ന അല്ലെങ്കിൽ MRPയിൽ FMCG പ്രൊഡക്ട്സ് കൊടുക്കുന്ന ആളുകൾ കുറവായിരിക്കും. അവര് ഓട്ടോമാറ്റിക്കലി ഒരു 3 മാസം കഴിയുമ്പോഴേക്കും നമ്മളുടെ അടുത്ത് ചോദിക്കും നമുക്ക് ഇതില് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് നമ്മള് ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അവരെ നമ്മൾ ആരാക്കും? നമ്മളുടെ ഒരു അസോസിയേറ്റ് ബയർ ആക്കും. ഇവരിലൂടെ നമ്മളുടെ ബിസിനസ്സിൽ എന്ത് ക്രിയേറ്റ് ആവും? PV അല്ലെങ്കിൽ അഥവാ പർച്ചേസ് വോളിയം ക്രിയേറ്റ് ആവും. ഈ പർച്ചേസ് വോളിയം ക്രിയേറ്റ് ആവുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതെന്താണ്? അതാണ് RCMലെ മണി മന്ത്ലി. അതായത് നമുക്ക് ഒരു മാസം നമ്മളുടെ ടീമിൽ ഉണ്ടാവുന്ന ബിസിനസ്സും നമ്മളുടെ സെൽഫും കൂടി ചേർന്ന് വരുന്ന ടോട്ടൽ വോളിയത്തിനെ ആസ്പദമാക്കിയിട്ട് നമുക്കൊരു മാസം നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? മണി മന്ത്ലി. ഇനി ഒരു വ്യക്തി, ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ തന്നെ നോക്കി, ഞാൻ ഒരു വ്യക്തിക്ക് ഒരു പ്രൊഡക്റ്റ്, ഉദാഹരണത്തിന് നമുക്കൊരു കിഡ്സും ഒരു വെജ് ഒമേഗയും ഒരു മാനും എടുക്കാം. ഈ 3 പ്രൊഡക്റ്റ് ഞാനൊരു 6 മാസമായിട്ട് ഒരു വ്യക്തിക്ക് MRPയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വ്യക്തിനെ ഒരു വഴിയിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്. അങ്ങനെ സംസാരിച്ച് പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്ത് പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുത്തു തുടങ്ങി. രഞ്ജിത്ത് സാറ് തൊട്ടടുത്ത്, അതായത് ഇത് എന്റെ കസ്റ്റമറുടെ വീടാണെങ്കിൽ 4 വീട് അപ്പുറമാണ് രഞ്ജിത്ത് സാർ ചെയ്യുന്നതും RCM ആണ്. ഒരു ദിവസം അവിചാരിതമായിട്ട് രഞ്ജിത്ത് സാറ് ഈ വ്യക്തിയുടെ വീട്ടിൽ പോകാൻ ഇടയാവുകയും ഈ പ്രൊഡക്റ്റുകൾ കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും പിന്നീട് ഇതില് ഡിസ്കൗണ്ട് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് MRPയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ കിട്ടുകയും അതുപോലെ നിങ്ങൾക്ക് ഇത് ഭാവിയിലേക്ക് ഒരു ഇൻകം സോഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഞാൻ കസ്റ്റമറാക്കി മാറ്റിയ വ്യക്തി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി രഞ്ജിത്ത് സാർ എന്ത് ചെയ്യും? ഹലോ, കേൾക്കാമോ? സാർ പറഞ്ഞു. അതായത് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിരുന്ന വ്യക്തി അദ്ദേഹത്തിന് രഞ്ജിത്ത് സാർ പോയി കണ്ടു. രഞ്ജിത്ത് സാർ ഡിസ്കൗണ്ട് കാർഡിന്റെ കാര്യം പറഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും മൂർച്ചർ ഒരു വാക്കുകളുണ്ട്, RCMയുടെ പ്രൊഡക്റ്റ് അല്ല ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ആണ് വലുതെന്ന്. അപ്പോ ഓപ്പർച്യൂണിറ്റി ആയി തിരിച്ചറിയുന്നു അവര്. ആരെ പറഞ്ഞു കൊടുക്കുന്ന അവരുടെ അസോസിയേറ്റ്.
യെസ്, അതായത് ആ വ്യക്തി എന്ത് ചെയ്യും? രഞ്ജിത്ത് സാറിന്റെ കൂടെ ജോയിൻ ചെയ്യും അല്ലെ? ഞാൻ കിട്ടാവുന്ന ഒരു 100-200 രൂപ ഗ്യാപ്പ് കമ്മീഷൻ കയ്യിൽ കിട്ടാവുന്നത് ആഗ്രഹിച്ചിട്ട് എന്ത് നഷ്ടപ്പെടുത്തി? ഭാവിയിൽ എനിക്ക് മാസാമാസം വരുമാനം തരാൻ കെൽപ്പുള്ള ഒരു അസോസിയേറ്റ് ബയറെ ഞാൻ നഷ്ടപ്പെടുത്തി. ഇത് നമ്മൾ ചെയ്യാതിരിക്കുക. നമുക്ക് എപ്പോഴും എന്താണ് വേണ്ടത് അറിയോ? മണി നോ, അതായത് ആക്റ്റീവ് ഇൻകം നമുക്ക് വേണ്ടത് നമ്മളുടെ ബിസിനസ് പരമായിട്ടുള്ള ചെലവുകള്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാമുകൾ ഉണ്ടാവുമ്പോൾ അതിന് കൊടുക്കാനുള്ള എൻട്രി ഫീസ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആണ് നമ്മൾ സെയിൽസിന് പോകുന്നതും ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കുന്നതും. ഇനി ഇത് ടീമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് മന്ത്ലി ഒരു വരുമാനമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി ഇതില് ഇയർലി നമുക്കൊരു വരുമാനം വരുന്നത് പുതിയൊരു പ്ലാനിലുണ്ട്. ഇപ്പൊ മന്ത്ലി നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന ഇൻകം വരും. അതിന്റെ ഒപ്പം തന്നെ നമ്മളെ ബിസിനസ് ഇൻക്രീസ് ചെയ്യണതിനനുസരിച്ച് ബോണസ് വരുന്നുണ്ട്. അതൊരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് കമ്പനി തരുന്നതാണ്. ഇനി നമ്മുടെ കമ്പനി ഇയർലി നമുക്കൊരു വരുമാനം തരുന്നുണ്ട് അല്ലെ? അതാണ് എന്ത്? ഇയർലി ബോണസ്. അതെങ്ങനെ കിട്ടുക? ഓരോ മാസവും നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ബി സൈഡില് നമ്മളുടെ സാധാരണ ഒരു മാസം വന്നതിനേക്കാളും കൂടുതൽ വോളിയം ഒരു അടുത്ത മാസം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബോണസ് ആ മാസവും കിട്ടും. ഒരു വർഷം കഴിഞ്ഞാൽ അത്ര തന്നെ വീണ്ടും കിട്ടും. ഇത് RCM മാത്രം കിട്ടുന്നതാണ്. ഇവിടെ വേറെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? നിങ്ങൾക്കൊക്കെ ക്രിസ്മസിന് ബോണസ് കിട്ടിയോ? ബോണസ് കിട്ടിയവരുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയൂ. വേറെ ജോലി ചെയ്യുന്നവര് ക്രിസ്മസിന് ബോണസ് കിട്ടിയവര് എല്ലാവരും നല്ല ശരിയാ. RCM ഫ്രീ പ്രൊഡക്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? അതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോ ക്രിസ്മസിന് ബോണസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ബോണസ് വാങ്ങുന്ന ആരും തന്നെ ഇവിടെ ഇല്ല. എന്നാൽ നമുക്ക് ഓരോ മാസവും കിട്ടുന്നുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞാൽ അത്ര തന്നെ തുക, അതായത് ഒരു വർഷം മൊത്തം വാങ്ങിയതിന്റെ അത്ര തന്നെ തുക വീണ്ടും കിട്ടുന്നുണ്ട്. ഇത് വേറെ എവിടെയും കിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് കിട്ടുന്നത്? നമ്മള് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കാണുന്നുണ്ട്, അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നീട് അവരെ നമ്മൾ അസോസിയേറ്റ് ബയേഴ്സ് ആക്കി മാറ്റി അവർക്ക് നമ്മൾ ബിസിനസ് പറഞ്ഞു കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് അവരെ നമ്മള് വളർത്തിക്കൊണ്ടുവരുമ്പോ അത് ഇയർലി ബോണസ് ആയിട്ട് നമുക്ക് മണി ഇയർലി ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഇനി ഇവിടെ ജോലി ചെയ്യുന്നവരില്ലേ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നേരത്തെ ഞാനൊരു കഥ പറഞ്ഞു അല്ലെ? ഒരു റെയിൽവേ ഓഫീസറുടെ അല്ലെങ്കിൽ ആളുടെ ഒരു കഥ പറഞ്ഞു. ആൾക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ആ ജോലി കഴിഞ്ഞ ആളുടെ ജോലിയുടെ കാലാവധി കഴിഞ്ഞ സമയത്ത് ആൾക്ക് എന്താ സംഭവിച്ചത്? ആൾക്കൊരു പെൻഷൻ അലൗഡ് ആയി. ആള് വീട്ടിൽ പോയി. ആൾക്കൊരു മോനെ കഥയിലുണ്ടായിരുന്നു. ആ മോന് ആ ജോലി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ആ ജോലി ആ മോന് കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാ? ഇനി ആ മകൻ ആ ജോലിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അച്ഛൻ, അതായത് ആ അച്ഛൻ അച്ഛൻ ഫോളോ ചെയ്ത എല്ലാ ഫോർമാലിറ്റീസും ഫോളോ ചെയ്തുകൊണ്ട് ആ പരീക്ഷകളൊക്കെ പാസ്സായതിനു ശേഷം മാത്രമാണ് ആ മകന് ആ ജോലി കിട്ടുള്ളൂ. അതേസമയം ഇവിടെ ഇപ്പോ രഞ്ജിത്ത് സാറ്, ഞാന്, അർജുൻ സാറ്, ഞങ്ങളൊക്കെ ഫ്യൂച്ചറാണ് അല്ലെ? ഞങ്ങളൊക്കെ ഇതിലേക്ക് എങ്ങനെയാ വന്നേ? ഇപ്പൊ ഏറ്റവും ഒരു ഉദാഹരണം എടുക്കാം. അർജുൻ സാർ RCM ഓരോ ഘട്ടവും കണ്ടു വളർന്ന വ്യക്തിയാണ്. അദ്ദേഹം RCM കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മാസത്തെ സാലറി എത്രയായിരുന്നു? അർജുൻ സാർ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതുവോ? അർജുൻ സാർ അവൈലബിൾ അല്ലേ? അദ്ദേഹം ചിലപ്പോ യാത്രയിലൊക്കെ ആയിരിക്കും. അപ്പോ അർജുൻ സാറിന്റെ ആദ്യത്തെ സാലറി RCM വരുന്ന സമയത്ത് ഏകദേശം 1 ലക്ഷത്തിനും മേലെയായിരുന്നു. നമ്മള് ഇപ്പോ ഒരു ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളുടെ മക്കൾക്ക് നമുക്ക് ഈ ജോലി കൊടുക്കാൻ പറ്റുമോ? ഇപ്പോ
അത് ഈ കൊടുത്താൽ തന്നെ 1 lakh അർജുൻ സാറ് മെസ്സേജ് ഇട്ടിട്ട് താങ്ക് യു സർ, താങ്ക് യു. 1 lakh ആണ് അർജുൻ സാറിന് ആദ്യത്തെ ശമ്പളം RCM വന്നപ്പോ കിട്ടിയത്. നമ്മൾ ആലോചിക്കുക, നമ്മളൊക്കെയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വന്തം മകനെ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരനെ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാ? 11 മണിക്ക് ഷട്ടർ അടയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ 11 മണിക്ക് നമ്മൾ ഷട്ടർ ഇങ്ങനെ അടയ്ക്കാനായിട്ട് ഇങ്ങനെ വെക്കും. അപ്പോഴായിരിക്കും ഒരാള് പറയാ, എന്റെ മോന് ആസ്മയ്ക്കുള്ള ഗുളിക കഴിഞ്ഞു, ഗുളിക വേണം. ഷട്ടർ വീണ്ടും പൊക്കും. പൈസ മൊത്തം തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൈസ വീണ്ടും വരുമ്പോ വീണ്ടും ബാലൻസ് കൊടുക്കും, വീണ്ടും ബാലൻസ് തെറ്റും, വീണ്ടും ഇത് ബാലൻസ് ചെയ്യണം, തിരിച്ചു പോകണം. അപ്പോഴേക്ക് രണ്ടുപേര് വേറെ വരും. മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും, എന്തായാലും തൊട്ടടുത്ത ആശുപത്രി ഉണ്ടാവും. ഈ ആശുപത്രിയിൽ നിന്ന് വരുന്ന പേഷ്യൻസ് മിന്നി വന്നുകൊണ്ടിരിക്കും. 11 മണിക്ക് പോകേണ്ട ആള് 12 മണിയാവും, 1 മണിയാവും. ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണ ഒരാള് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, എന്റെ അമ്മാവൻ. ആളുടെ അടുത്ത് ഞാൻ ഒരു ദിവസം ചോദിച്ചു, അമ്മാവന് 2 മക്കളുണ്ട്, ഇവരിൽ ആരെങ്കിലും അമ്മാവൻ മെഡിക്കൽ ഷോപ്പിൽ പണിക്ക് വിടുന്നു? അപ്പോ ആളെടുത്ത വഴിക്ക് പറഞ്ഞു, ഞാൻ ഒരിക്കലും അവരെ പണിക്ക് വിടില്ല. കാരണം എനിക്ക് അവരെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. കാരണം അദ്ദേഹം എന്നും വീട്ടിലേക്ക് എത്തുക 1 മണിക്ക് ശേഷമാണ്. RCM ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചില സാഹചര്യങ്ങൾ മൂലം കുറച്ചു കാലമായിട്ട് സ്ഥിരം പ്രൊഡക്ട്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു വരുമാനം തന്നെയാണ് അതിന് കാരണം. ഞാൻ അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുത്തപ്പോ മനസ്സിലായി, ഇന്ന് ഞാനിത് ചെയ്താൽ നാളെ എന്റെ മകന് ഈ ഒരു വരുമാനത്തില് ഈ ഒരു പൊസിഷൻ കൈമാറി കഴിയുമ്പോൾ ആ വരുമാനം ഒട്ടും കുറയാതെ എന്റെ മകന്റെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ പറ്റുമെന്നുള്ളത് എന്റെ അമ്മാവന് ബോധ്യമായി. ഇപ്പൊ അർജുൻ സാറ് ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടത്തില് ഏറ്റവും ആദ്യം RCM കേട്ട ഒരു വ്യക്തി അർജുൻ സാറായിരിക്കും. കാരണം എന്താ വെച്ചാൽ രാജൻ സാറിന്റെ മകനാണ്. ആള് കണ്ടു വളർന്നതാണ് അതിന്റെ ഓരോ കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന് പോലും എത്ര വർഷം വേണ്ടി വന്നു? 14 വർഷം വേണ്ടി വന്നു RCMന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ. നമുക്കൊക്കെയും ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും, ഇപ്പൊ എന്റെ രജിത് സാറിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരുവിധം, അർജുൻ സാറിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരുവിധം എല്ലാവർക്കും അത്യാവശ്യം ജോലി ചെയ്യാൻ പ്രായമായിട്ടുള്ള മക്കളൊക്കെ ഉണ്ടാവും. അപ്പോ മക്കള് നിങ്ങളുടെ കൂടെ ഇപ്പൊ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട. ഒരു അവസരം അല്ലെങ്കിൽ ഒരു സന്ദർഭം വരും, വരുമാനം കുറയുന്ന, അവര് ചെയ്യുന്ന ജോലിയിൽ വരുമാനം കുറയുന്ന ഒരു സന്ദർഭം വരും. അന്ന് അവരുടെ തോളത്ത് തട്ടി ആശ്വസിപ്പിച്ച്, നിനക്ക് ഇനി മുതൽ ഞാൻ ചെയ്തിരുന്ന ഈ ഒരു പ്രൊഫഷൻ തുടർന്ന് പോവാം എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ കഴിയണം. പക്ഷെ കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് ആ വരുമാനം 10,000 രൂപ 1 ലക്ഷം രൂപ സാലറി വാങ്ങിച്ചിരുന്ന ജോലി, ആ ജോലി കളഞ്ഞിട്ട് വരുന്ന മകന് 10,000 രൂപയുടെ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്വീകരിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ ജോലി അവൻ നിർത്തി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ 1 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് 4ാമത്തെ പണത്തിന്റെ ഡെഫിനിഷൻ. അതായത് മണി ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. മണി നൗ നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ തുടക്കമാണ്. നമുക്ക് ആദ്യത്തെ വരുന്ന ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാനുള്ള തുടക്കമാണ്. അത് സെയിൽസിലൂടെ നമുക്ക് കിട്ടും. അതായത് ആക്റ്റീവ് ഇൻകം. മണി മന്ത്ലി, അത് ടീമിനെ ജനറേറ്റ് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്ത് അവരെ ഒരു ആക്റ്റീവ് ലീഡേഴ്സ് ആക്കി മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് കമ്പനി തരുന്നതാണ് മന്ത്ലി മണി. ഇനി അത് ഇയർലി ആയിട്ട് വരുന്നത് എങ്ങനെയാ? നമ്മൾ ഓരോ മാസവും ബിസിനസ് കൂട്ടി കൊണ്ടുവരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് ബോണസ് ആയിട്ട് വരുന്നത്. ഇനി ഇത് നമ്മൾ ഇങ്ങനെ തന്നെ നിലനിർത്തി നമ്മൾ ഇത് എന്താ പറയാ, ഒരു കവച കുണ്ടലമൊക്കെ വെച്ച് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ട്രോങ് ടീമാക്കി മാറ്റിയെടുത്ത് നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷന് കൈമാറാൻ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചർ 7 തലമുറ, 7 അതിനും കൂടുതൽ, അത്രയും തലമുറകൾക്ക് ജീവിക്കാനുള്ള വരുമാനം എന്ത് തരും? RCM തരും. ഇവിടെ ഒരു മേഡം വളരെ ആക്റ്റീവായിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ട്, നന്നായിട്ട് അതിന് മറുപടികളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ
ആ ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യേണ്ട ഫ്യൂച്ചർ നമ്മളെല്ലാവരും RCM ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോ RCM ടൈം പാസ്സായിട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്, സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതില് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ടാണ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ആ ഒരു അതായത് അവർ ഉദ്ദേശിക്കുന്ന ഒരു വരുമാനം, ആ ഒരു വരുമാനത്തിലേക്ക് അവർക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് അവരുടെ ജോലി വേണം, പിന്നെയാണ് അവർക്ക് RCM ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ കുറെ ആളുകൾ നമ്മുടെ ടീമിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരെ ഫുൾ ടൈം ആയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യരുത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ കിട്ടുന്ന ഇപ്പൊ RCMൽ അവർ നിലനിൽക്കുക എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് അവർക്ക് വരുമാനം വരുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓഫ് കോഴ്സ് സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം വരും, പക്ഷെ എന്നാലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് വേണം, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണം. അപ്പോ ഇവർക്ക് ചില കാര്യങ്ങൾ മീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ജോലി കൂടിയേ പറ്റൂ. അപ്പൊ നമുക്ക് ഒരാളെ ഫുൾ ടൈമർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ആ ഫുൾ ടൈമർ ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഫുൾ ടൈമർ ആവാനുള്ള ഒരു വരുമാനം അവർക്ക് RCMല് വരുത്തി കാണിച്ചു കൊടുക്കണം. അതായത് അവരിപ്പോ മണി നൗവിന്റെ ബലത്തിലാണ് RCMല് നിലനിൽക്കുന്നത്. അത് നമ്മൾ മണി മന്ത്ലി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ അത് മണി ഇയർലി ആക്കും. അത് കഴിഞ്ഞ് അവർ മണി ഫോർ ഫ്യൂച്ചർ ജനറേഷൻ ആക്കും. ഇത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഇത് നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ അർജുൻ സാറിന്റെ കേസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അർജുൻ സാറിന് രാജൻ സാറ് ഈ ഒരു പൊസിഷൻ ഏൽപ്പിക്കുന്നതിന് മുന്നേ അദ്ദേഹം ഒരു മാസം സെയിലിന് പോയിട്ടുണ്ട്. സാധാരണ ഏതൊരു കമ്പനിയുടെ മുതലാളിയും തന്റെ മകന് ആ കമ്പനി കൈമാറുമ്പോൾ ആദ്യം കൊടുക്കുക MDയുടെ കസേരയാണ്. ചില ആളുകൾ, പലരും കൊടുക്കാറില്ല, ചില ബുദ്ധിമാന്മാരായിട്ടുള്ള അച്ഛന്മാർ എന്ത് ചെയ്യും, ആദ്യം അവരെ വാച്ച്മാന്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ട്യൂണിന്റെ ജോലി ഏൽപ്പിക്കും, കുറച്ച് കഴിയുമ്പോൾ ക്ലർക്കിന്റെ ജോലി ഏൽപ്പിക്കും, കുറച്ച് കഴിയുമ്പോൾ ഒരു മാനേജർ ആവും. അങ്ങനെ പടിപടിയായിട്ട് കേറി അവൻ പ്രൂവ് ചെയ്യണം എനിക്ക് കമ്പനി നോക്കി നടത്താനുള്ള കഴിവുണ്ട്. അതല്ലാതെ പെട്ടെന്ന് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയും. അച്ഛൻ 30 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കമ്പനി 3 മാസം കൊണ്ട് പൂട്ടിക്കും. ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക. രാജൻ സാർ എന്തുകൊണ്ടാണ് അർജുൻ സാറിന്റെ അടുത്ത് സെയിൽ ചെയ്യാൻ പറഞ്ഞത്? ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാൻ സെയിൽ ചെയ്ത് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് അമ്മ എന്റെ അടുത്ത് പറഞ്ഞേ, ഓനെ നീ ട്രെയിനിങ് ഒക്കെ എടുത്തു തുടങ്ങിക്കോ, അത്യാവശ്യം നീ പഠിച്ചിട്ടുണ്ട്, നീ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയോ, ടീം ബിൽഡ് ചെയ്ത് തുടങ്ങിക്കോ, ഇതൊക്കെയാണ് നമ്മുടെ ടീമിലെ ആൾക്കാർ, ഇവർക്കൊക്കെ ക്ലാസ് കൊടുക്കണം. ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്ത് ഞാൻ ആ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷമാണ് എന്റെ അമ്മ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് അർജുൻ സാറിന്റെ കേസിൽ 1 വർഷം മൊത്തം അദ്ദേഹത്തിന് സെയിൽസിന് വിട്ടിട്ടുണ്ട്. അല്ലാതെ അച്ഛാ ഞാൻ RCM ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞ് കോട്ടൊക്കെ എടുത്ത് ഇട്ട വഴിക്ക് ആള് പറയാണ് ഇനി എന്റെ ഡോക്ടർ സ്ഥാനം നിനക്കാണെന്ന് പറഞ്ഞ് കൊടുക്കല്ല ചെയ്തേ. അദ്ദേഹം ആദ്യം എന്ത് ചെയ്തു, ഗിരീഷ് സാറിന്റെ ഒരു മീറ്റിങ്ങിന് വിട്ടു. ഗിരീഷ് സാറിന്റെ മീറ്റിങ്ങിന് കേട്ടപ്പോഴാണ് അർജുൻ സാറിന് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം എന്നീ സംഭവങ്ങൾ മനസ്സിലായത്. ഇത് എനിക്ക് മനസ്സിലാക്കി തന്നത് അർജുൻ സാറാണ്. അതുപോലെ തന്നെ സുഭാഷ് സാർ ആൻഡ് വിനീത മേഡം എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന സുഭാഷ് സാർ ആൻഡ് വിനീത മേഡം ആണ് ഇത് എനിക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോ ഞാനിവിടെ പറഞ്ഞു ഫ്യൂച്ചർ ജനറേഷന് കൈമാറാനുള്ളതാണ് RCM ബിസിനസ് എന്ന്. പക്ഷേ അദ്ദേഹം ഇപ്പോ നമ്മുടെ മക്കള് നമ്മളുടെ അടുത്തേക്ക് വരികയാണ്, എനിക്ക് RCM ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ അവർക്ക് സ്റ്റാർ എമറാൾഡിന്റെയോ അല്ലെങ്കിൽ ഡയമണ്ടിന്റെയോ റൂബിയുടെയോ സ്റ്റാർ റൂബിയുടെയോ പിന്നല്ല കൊടുക്കണ്ടേ, അവർക്ക് ആദ്യം ഒരു കിറ്റ് കൊടുക്കണം. RCMന്റെ കുറച്ച് പ്രൊഡക്ട്സ് ഉള്ള കിറ്റ്. ഈ കിറ്റ് കൊടുത്തിട്ട് അവരോട് പറയണം, നീ എന്ന് ഈ പ്രൊഡക്റ്റുകളെല്ലാം ഓരോ ആളുകളെയും കൺവിൻസ് ചെയ്ത് പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ നിനക്ക് അവരെ ടീമിലേക്ക് ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നോ അന്ന് ഈ പിന്നും ഈ വരുമാനവും നിനക്ക് തരാമെന്ന് നമ്മൾ പറയണം. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും, അവർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു മനസ്സിൽ ആദ്യം വിഷമിക്കും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻസ് കാറ് പ്രതീക്ഷിച്ച് വന്നവരാ, കൊടുത്തത് എന്താ, സെന്റാണ്. അപ്പൊ ആ ഒരു വിഷമം ആദ്യം ഉണ്ടാവും. പക്ഷെ നമ്മളത് കണ്ടില്ല എന്ന് നടിക്കണം,
കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വളരാൻ വേണ്ടിയിട്ടാണ്. അവര് പിന്നീട് എന്ത് ചെയ്യും, ഈ കിറ്റ് ഒന്ന് തുറക്കും. നമ്മൾ ആദ്യം വെക്കുക ഓൾറൗണ്ടർ ടൂത്ത്പേസ്റ്റാ, അത് നമ്മുടെ ഒരു ശീലമാണ്. അപ്പൊ അതുകൊണ്ട് അവൻ ആ പേസ്റ്റ് എടുക്കും, അത് പഠിക്കും, അത് ആദ്യം കൊണ്ടുപോയി വിൽക്കും. പിന്നെ തവിടെണ്ണ എടുക്കും, തവിടെണ്ണ പഠിക്കും, അതും കൊണ്ടുപോയി വിൽക്കും. അത് കഴിഞ്ഞ് അവൻ സോപ്പുകൾ എടുക്കും, അത് പഠിക്കും, അത് കൊണ്ടുപോയി വിൽക്കും. പിന്നെ ഹരിതസഞ്ജീവിനി എടുക്കും, അത് പഠിക്കും, അത് കൊണ്ടുപോയി വിൽക്കും. ന്യൂട്രിചാർജ് എടുക്കും, ANCC കോഴ്സ് പഠിക്കും, ന്യൂട്രീഷൻ ആവും, അത് കൊണ്ടുപോയി വിൽക്കും. പെയിന്റിന്റെ സെഗ്മെന്റ് എടുക്കും, പെയിന്റ് പഠിക്കും, പെയിന്റ് കൊണ്ടുപോയി വിൽക്കും. ഒരു വർഷത്തിനുള്ളിൽ എല്ലാ പ്രൊഡക്റ്റും കൈവച്ചു. അപ്പോ ഇതിന്റെ ഇടയിൽ കുറെ ഒബ്ജക്ഷൻസ് വരും, കുറെ പ്രശ്നങ്ങൾ വരും, കുറെ ചോദ്യങ്ങൾ വരും. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു വർഷം കൊണ്ട് ആര് പഠിക്കും? നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ പഠിക്കും. ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരു മകൻ RCMല് നാളെ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പോലെ, രഞ്ജിത്ത് സാർ ഇരിക്കുന്ന പോലെ, അർജുൻ സാർ ഇരിക്കുന്ന പോലെ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ട്രെയിനിങ് എടുക്കാനായിട്ട് വന്നിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടേ? നമ്മുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോ നമ്മുടെ ഫ്യൂച്ചർ ആരാ? നമ്മുടെ ഫ്യൂച്ചർ ആരാ? ആരെങ്കിലും രഞ്ജിത്ത് സാർ, നമ്മുടെ ഫ്യൂച്ചർ ആരാണ്? നമ്മളാണ്. നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മളാണ്. നമ്മളുടെ ഫ്യൂച്ചർ, നമ്മളുടെ മക്കൾ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണതിനാ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്യൂച്ചർ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫ്യൂച്ചർ, ദാറ്റ് ഈസ് RCM. So don't predict your future, you create one. ഒരിക്കലും നമ്മളുടെ മക്കള് നമ്മളിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹിക്കുന്ന ആളുകള് ബിസിനസ്സിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും മടി പിടിച്ചോ പേടിച്ചോ ഇരിക്കരുത്. നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യുക, പതുക്കെ പതുക്കെ അവര് വരും. അവർക്ക് നമ്മളൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഏൽപ്പിക്കേണ്ട സ്ട്രാറ്റജിയും കൂടി ഞാൻ പറഞ്ഞു, ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് പിന്നീട് അവരുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം അവര് ഹേർഡിൽസ് ഒക്കെ കഴിഞ്ഞ് ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവര് സ്വന്തം ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രാപ്തരാകും. സോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കില് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ് മണി നൗ, മണി മന്ത്ലി, മണി ഇയർലി, മണി ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിനെ പ്രിഡിക്റ്റ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോ ഇന്ന് ഇവിടെ ഈ ഒരു സെഷൻ കേട്ട എല്ലാ വ്യക്തികൾക്കും ഞാൻ ഈ ഒരു അവസരത്തില് എന്നെ ഇത്രയും നേരം കേട്ടിരിക്കാൻ കാണിച്ച ഈ ഒരു മനസ്സിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. എനിക്ക് ഇന്ന് ഈ ഒരു അവസരം തന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ക്രിസ്മസും അതുപോലെ നല്ലൊരു പുതുവർഷം അടുത്ത വർഷം പിറക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ശക്തി ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ജയ് RCM, ഗുഡ് RCM, ഗുഡ് ലക്ക്, മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ജയ് RCM.